ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യോന്തു പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നാന്യാസ്പൃഹാ രഘുപതേ ഹൃദയേസ്മദീയേ സത്യം വദാമി ഭവാനഖിലാന്തരാത്മാ ഭക്തിം പ്രയശ്ച രഘുപുംഗവ നിർഭരാം മേ കാമാദിദോഷരഹിതം കുരു മാനസം ച. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സംപൂജ്യരായ ശ്രോതാക്കളെ, രാമായണ മാസാചരണത്തിൻ്റെ സമാപന ദിവസമായ ഇന്നത്തെ പാരായണ ഭാഗം യുദ്ധകാണ്ഡത്തിൽ 4591 വരി മുതൽ കാണ്ഡം അവസാനം വരെയാണ്. അത്രയും ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് സ്മരിക്കാം. രാമാഗമനം ഹനുമാനിൽ നിന്ന് മനസ്സിലാക്കിയ ഭരതൻ സന്തോഷത്തോടു കൂടി ശത്രുഘ്നനോട് പറഞ്ഞു, നാളെ അയോധ്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തണം. ശ്രീരാമനെ എതിരേൽക്കാൻ ചതുരംഗപ്പടയോടൊപ്പം ബഹുവിധ വാദ്യമേളക്കാരും സ്തുതി പാഠകന്മാരും താലമേന്തിയ കന്യകമാരും ഒരുങ്ങി നിൽക്കണം. അയോധ്യ പട്ടണം ദീപങ്ങളെക്കൊണ്ടും വർണ്ണങ്ങളെക്കൊണ്ടും മനോഹരമായി അലങ്കരിക്കണം. ഭരതൻ പറഞ്ഞതനുസരിച്ച് ശത്രുഘ്നൻ അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. രാമൻ്റെ തിരിച്ചുവരവിൻ്റെ പ്രതീകമായിട്ടാണ് വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും ദീപാവലി ആഘോഷങ്ങൾ നടത്തുന്നത്. അയോധ്യയിലെ രാജവീഥി ആബാലവൃദ്ധം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും തങ്ങളുടെ എല്ലാമായ രാമനെ ഒരു നോക്ക് കാണാനുള്ള ആകാംക്ഷയോടെ നന്ദിഗ്രാമിലേക്ക് നടന്നു. ശ്രീരാമപാദകം ശിരസിൽ ധരിച്ച് കൂപ്പുകൈകളോടെ ഭരതൻ ശത്രുഘ്നനൊപ്പം കാൽനടയായി പുറപ്പെട്ടു. അല്പസമയത്തിനകം ആകാശത്തിൽ പൊൻപ്രഭ തൂകിക്കൊണ്ട് പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴുണ്ടായ രാമജയഘോഷ ശബ്ദം ആകാശം മുഴുവൻ മാറ്റൊലിക്കൊണ്ടു. വിമാനം മെല്ലെ താണിറങ്ങി. ഭരത ശത്രുഘ്നന്മാർ വിറയാർന്ന മേനിയോടെ വിമാനത്തിലേക്ക് കയറി. രാമൻ ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ട് അനുജന്മാരെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി ഗാഠാലിംഗനം ചെയ്തു. അനന്തരം മൂപ്പുമുറയനുസരിച്ച് പരസ്പരം പാദ നമസ്കാരങ്ങൾ ചെയ്ത് കുശല പ്രശ്നം നടത്തി. മനുഷ്യരൂപം ധരിച്ച വാനരപ്രവരന്മാരെ ഭരതൻ ഗാഠാലിംഗനത്തോടെ ക്ഷമാന്വേഷണം ചെയ്തു. സുഗ്രീവനോട് പറഞ്ഞു, അങ്ങയുടെ സഹായത്താലാണ് ജ്യേഷ്ഠന് രാവണനെ വധിക്കാൻ സാധിച്ചത്. അങ്ങ് ഞങ്ങളുടെ 5ാമത്തെ സഹോദരനാണ്. രാജമാതാക്കളെ രാമലക്ഷ്മണന്മാരും സീതയും നമസ്കരിച്ചു. 14 വർഷക്കാലം രാജസിംഹാസനത്തിൽ താൻ വെച്ച് പൂജിച്ചു വന്ന പാതുകങ്ങളെ ഭക്തി പുരസരം പുണ്ടരീകാക്ഷൻ്റെ പാദങ്ങളിൽ അണിയിച്ചുകൊണ്ട് ഭരതൻ പറഞ്ഞു, എൻ്റെ ജന്മം സഫലമായി. അങ്ങ് എന്നെ ഏൽപ്പിച്ച രാജ്യമിതാ തിരികെ സമർപ്പിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്താൽ രാജ്യസമ്പത്ത് 10 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. ഇനി രാജ്യത്തെയും ഞങ്ങളെയും രക്ഷിക്കുന്നത് അങ്ങയുടെ ചുമതലയാണ്. കണ്ടു നിന്നവരെല്ലാം ഭരതൻ്റെ ഉദാര മനസ്കതയെ ഓർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രശംസിച്ചു കൊണ്ടിരുന്നു. ത്യാഗവും സ്നേഹവും ഭക്തിയും നിറഞ്ഞ വികാര നിർഭരമായ നിമിഷങ്ങളാണിതെല്ലാം. നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഉത്തമ മാതൃകയും. എല്ലാവരും സന്തോഷത്തോടു കൂടി വിമാനത്തിൽ തന്നെ ഭരതാശ്രമത്തിലെത്തി. പുഷ്പക വിമാനത്തോട് രാമൻ പറഞ്ഞു, നീ തിരിച്ചുപോയി കുബേരൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചോളൂ. വിമാനത്തിൻ്റെ ഉടമ കുബേരനാണ്. പൈലറ്റ് വേണ്ടാത്ത വിമാനമായിരുന്നു അത്. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന പലത് ഇന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ആശ്ചര്യപ്പെടാനും ഒന്നുമില്ല. കുലഗുരുവായ വസിഷ്ഠനെ നമസ്കരിച്ച് എല്ലാവരും ഇരുന്നു. രാജ്യത്തിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്ന എല്ലാവരുടെയും അപേക്ഷ സ്വീകരിച്ച് ബ്രഹ്മസ്വരൂപനായ രാമൻ അതിന് അനുമതി നൽകി. ആഹ്ലാദത്തോടെ ആവേശത്തോടെ ശ്രീരാമൻ്റെ അഭിഷേകത്തിന് വേണ്ട സാമഗ്രികളെല്ലാം തയ്യാറാക്കി വരുന്നു.
എല്ലാവരും ജടയും താടി മീശയും മുറിച്ചു മാറ്റി മംഗളസ്നാനം ചെയ്ത് ദിവ്യാംബരങ്ങളാൽ അണിഞ്ഞൊരുങ്ങി സുമന്ത്രർ തേരുമായി വന്നു. ശ്രീരാമൻ അതിൽ കയറി. രാജമാതാക്കളും റാണിമാരും വാനരന്മാരും അവരുടെ ഭക്തിമാരും ദിവ്യവസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് രാമനെ അകമ്പടി സേവിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് യാത്രയായി. സാരഥിയായി ഭരതനും വെഞ്ചാമരൻ വീശിയത് വിഭീഷണനും വെൺകൊറ്റക്കുട ശത്രുഘ്നനും ആലവട്ടം ലക്ഷ്മണനും പിടിച്ചുകൊണ്ട് പരിവാര സമേതനായി മനോഹരമായി അലങ്കരിക്കപ്പെട്ട അയോധ്യ നഗരിയിലേക്ക് നിർദ്ദിഷ്ട രാജ ശ്രീരാമൻ പ്രവേശിച്ചു. സർവാഭരണ വിഭൂഷിതനായി സർവരെയും അനുഗ്രഹിച്ച് ആനന്ദിപ്പിച്ചുകൊണ്ട് ഭക്തവത്സലൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അച്ഛൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ച് അല്പനേരം മൗനിയായി നിന്നു. അനന്തരം അമ്മമാരെ നമസ്കരിച്ചു. വാനരന്മാർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഭരതന് നൽകി. അദ്ദേഹം അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വാനര പ്രമുഖന്മാർ പട്ടാഭിഷേകത്തിന് 4 സമുദ്രത്തിൽ നിന്നുള്ള ജലം കൊണ്ടുവന്നു. അത് പൊൻകുടങ്ങളിൽ നിറച്ചു. മറ്റൊരുക്കങ്ങളും പൂർത്തിയായി. രത്നസിംഹാസനത്തിൽ സീതാസമേതനായ രാമനെ ഇരുത്തി. വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാൽമീകി എന്നീ മഹർഷിമാരോട് കൂടി വസിഷ്ഠമുനി രാമനെ അഭിഷേകം ചെയ്തു. ഹരേ രാമ. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. ദേവദുന്ദുഭികൾ ഘോഷിക്കപ്പെട്ടു. കോടി സൂര്യപ്രഭയോട് കൂടിയ കിരീടമണിഞ്ഞവനും കാമദേവനെ തോൽപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയവനും കറുകനാമ്പിനെ പോലെ നീല നിറത്തോടു കൂടിയവനും മഞ്ഞപ്പട്ടണിഞ്ഞവനും ദിവ്യാഭരണങ്ങളും ദിവ്യക്കുറിക്കൂട്ടുമണിഞ്ഞവനും സീതാസമേതനുമായ ശ്രീരാമനെ ആകാശചാരികളും അഷ്ടദിക്പാലകന്മാരും പരമശിവനും ബ്രഹ്മാവും ഒന്നൊന്നായി സ്തുതിച്ചു. ജയ ജയ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സകല ലോകങ്ങൾക്കും ആധാരഭൂതനായ രാമൻ രാജാവായപ്പോൾ ഭൂമിയിലുള്ളവർ ആനന്ദഭരിതരായി അവരവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വന്നു. ഭൂമിയിൽ സസ്യസമ്പത്ത് നിറഞ്ഞു. ധാരാളം കുതിരകളെയും പശുക്കളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അസംഖ്യം സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണമാലകളും സ്വർണ്ണത്തളകളും കൈവളകളും രക്തമാലകളും തൻ്റെ കൂടെ വന്ന വാനര സംഘത്തിനും രാക്ഷസ പ്രമാണിമാർക്കും മറ്റ് രാജാക്കന്മാർക്കും സമ്മാനമായി നൽകി. അതിനുശേഷം അമൂല്യമായ ഒരു ഉത്കൃഷ്ടമാല സീതാദേവിയുടെ കണ്ഠത്തിൽ ചാർത്തി. ദേവി ആ മാല ഊരി രാമനെയും ഹനുമാനെയും മാറി മാറി നോക്കി. ദേവിയുടെ ഇംഗിതമറിഞ്ഞ് രാമൻ പറഞ്ഞു, ഭവതിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളൂ. ഉടനെ ആ ദിവ്യഹാരം ഹനുമാന് സമ്മാനിച്ചു. ദേവിപ്രസാദമായ ദിവ്യമാലയണിഞ്ഞ ഹനുമാൻ കൂടുതൽ തേജസ്വിയായി കാണപ്പെട്ടു. തൊഴുകൈയോടെ നിൽക്കുന്ന വായുപുത്രനോട് ശ്രീരാമൻ പറഞ്ഞു, അങ്ങ് ആഗ്രഹിക്കുന്ന വരം ചോദിച്ചുകൊള്ളൂ. ഭക്തിപരവശനായ മാരുതി പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ നാമം ജപിച്ചും സ്മരിച്ചും ശ്രവിച്ചും എനിക്ക് തൃപ്തി വന്നിട്ടില്ല. അവിടുത്തെ നാമവും ചരിത്രമുള്ള നാൾ അവിടുത്തെ നാമം ഉച്ചരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഹനുമാനെ സഖേ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സായുജ്യമുക്തി നൽകി രാമദേവൻ അനുഗ്രഹിച്ചത്. അതെ, നിഷ്കാമ ഭക്തനും ഭഗവാനും രണ്ടല്ല. അഷ്ടൈശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് സീതാദേവിയും ഹനുമാനെ അനുഗ്രഹിച്ചു. നിഷ്കിഞ്ചനായ ഹനുമാൻ അവരെ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോയി. അനന്തരം ഗുഹനെയും വിഭീഷണനെയും സുഗ്രീവനെയും അംഗദനെയും മറ്റു വാനര ശ്രേഷ്ഠന്മാരെയും ഉചിതമായ സമ്മാനങ്ങൾ നൽകി അനുഗ്രഹിച്ച് യാത്രയയപ്പിച്ചു. പരമാത്മാവായ രാമൻ അശ്വമേധാദികളായ യാഗങ്ങളും നടത്തി ലോകത്തിൻ്റെ മാതൃകയായി ധർമ്മത്തിൻ്റെ വിഗ്രഹമായി മഹാപ്രഭുവായി ജാനകിയോടുകൂടി രാജഭോഗങ്ങൾ അനുഭവിച്ച് രാജ്യം ഭരിച്ചു വന്നു. രാമരാജ്യം, മാതൃകാരാജ്യം. രാജാവും പ്രജകളും ധർമ്മിഷ്ഠരായതുകൊണ്ട് അവിടെ ആർക്കും അകാല മരണങ്ങളില്ല. അതിനാൽ സ്ത്രീകൾക്ക് വൈധവ്യ ദുഃഖമില്ല, രോഗബാധിതരില്ല, പ്രകൃതിക്ഷോഭങ്ങളില്ല. വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കനുസരിച്ച് പ്രജകൾ സന്തോഷമായി ജീവിതം നയിച്ചു. പിതാവ് പുത്രന്മാരെ പരിപാലിക്കുന്നത് പോലെ രാമൻ പ്രജകളെ രക്ഷിച്ചു വന്നു. പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത വേദസാരമായ ഈ അധ്യാത്മ രാമായണം കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ആയുരാരോഗ്യങ്ങളും ഐശ്വര്യവും ലഭിക്കുന്നതാണ്. സകലവിധ പാപങ്ങളിൽ നിന്നും അത് മുക്തി നേടിത്തരുന്നു. സകാമ ഭക്തർക്ക് അവരവരുടെ ആഗ്രഹങ്ങൾ
സാധിപ്പിച്ചു കൊടുക്കുന്നു. താപത്രയങ്ങളെ അകറ്റുന്നതാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളായ പുരുഷാർത്ഥത്തെ തരുന്നതാണ്. ഗുരുഭക്തിയോടുകൂടി നിത്യവും പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ മനസ്സ് ശുദ്ധമായി നിത്യമുക്തനായി തീരും. ഇങ്ങനെ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത രാമായണത്തെ തുഞ്ചൻ്റെ കിളിപ്പൈതൽ ഭക്തി സാന്ദ്രമായി പാടിയത് ഇമ്പമോ ഈണമോ ഇല്ലാതെ പാരായണം ചെയ്ത് അതാത് ദിവസത്തെ പാരായണ ഭാഗം ചുരുക്കി പറഞ്ഞതിൽ വന്ന തെറ്റുകുറ്റങ്ങളൊക്കെയും പുറത്ത് മാലോകർ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ സംഗ്രഹം ഉപസംഹരിക്കുന്നു. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ജനിമൃതി ഭീതി വിനാശന രാമ മുനികുല സോമ ജയ ജയ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരി ഓം തത്സത്. ജയ ഗുരു.